അപ്പോൾ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ ബാലകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുമുണ്ട്. ഷഹദ് റഹ്മാനാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, അങ്ങനെ പോസ്റ്റ്മോർട്ടം അത് പൂർത്തിയായിരിക്കുന്നു. എപ്പോഴാണ് സംസ്കാരം നടക്കുക, അത് എവിടെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ സുർജിത്ത് അയ്യപ്പത്ത് ചില വിവരങ്ങൾ നൽകിയിരുന്നു. അതങ്ങനെ തന്നെയാണോ? ഒപ്പം തന്നെ ഈ ഹർത്താലിൽ വീണ്ടും പഴയതുപോലെ തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവർ സഹകരിക്കില്ല എന്ന് പറയുന്നു. അവർ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും അറിയിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ഇപ്പോൾ അതിന് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഇടങ്ങളിലെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ആയിരിക്കും ഉണ്ടാക്കുക. ആദ്യം ബന്ധുക്കളെ കാണാനുള്ള അവസരമൊരുക്കും. അതിനുശേഷം ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ പോലീസിന്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെയും അകമ്പടിയിൽ ഈ മൃതദേഹം ഇപ്പോൾ ചൂരൽമല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാളെയാണ് UDF വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിൽ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ ഹർത്താലുണ്ട്. പക്ഷേ ഇന്നത്തെ ഹർത്താൽ കാര്യമായിട്ട് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല. എന്നാൽ നാളെ കോൺഗ്രസിനെ പോലെ ഒരു സംഘടന ഇത്തരത്തിലൊരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനോട് എങ്ങനെയായിരിക്കും പൊതുജനങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി ആക്രമണം അത് തുടരെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം ഒരു ജീവൻ എന്ന നിലക്ക് പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ച് അത് അവരെ വലിയ വേദനയാണ്, തീരാ ദുഃഖമാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാലകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ നാളെ UDF ഹർത്താലാണ്. അതിൻ്റെ വിവരങ്ങളും നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. അപ്പോൾ നേരത്തെ പോലെ തന്നെ വയനാട്ടുകാരെ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അവർ വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഉദ്ദേശത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഹർത്താലിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.